നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പങ്കെടുത്തതിനെ ചൊല്ലിയുള്ള വിവാദം കത്തിപ്പടരുന്നതിനിടെ നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. തൃശൂർ റൗണ്ടിൽ വൈകിട്ട് റോഡ് ഷോ. പൊതുസമ്മേളനത്തിൽ 7 ജില്ലകളിൽ നിന്നുള്ള 2 ലക്ഷം വനിതകൾ പങ്കെടുക്കുമെന്ന് BJP നേതൃത്വം. ചാവക്കാട് ഒരുമനയൂർ മൂന്നാംകല്ലിൽ അപകടം. കാറുകൾ കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വടക്കേക്കാട് മേഖലയിൽ മോട്ടോർ മോഷണം വ്യാപകമാകുന്നു. കർഷകരും നാട്ടുകാരും ആശങ്കയിൽ. കുന്നംകുളം പാറേമ്പാടം കുരിശിനു സമീപം ശുദ്ധജല വിതരണ പൈപ്പ് തകർന്നു. സമീപത്തെ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി. വ്യാഴാഴ്ച മേഖലയിൽ ശുദ്ധജല വിതരണം പുനരാരംഭിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ അധികൃതർ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പങ്കെടുത്തതിനെ ചൊല്ലിയുള്ള വിവാദം കത്തിപ്പടരുന്നതിനിടെ നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. ഉച്ചയോടെ കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് തൃശൂരിലേക്ക് പോകും. തേക്കിൻകാട് മൈതാനം ചുറ്റിയുള്ള റോഡ് ഷോയ്ക്ക് ശേഷം നടക്കുന്ന മഹിളാ സമ്മേളനത്തിൽ മോദി സംസാരിക്കും. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ തൃശൂരിൽ പുരോഗമിക്കുകയാണ്. നഗരത്തിലും പ്രധാനമന്ത്രി വരുന്ന വഴികളിലും 3000-ലധികം പോലീസുകാരെ വിന്യസിപ്പിക്കും. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംഘം വേറെയുമുണ്ടാകും. ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് കൂട്ടനല്ലൂർ കോളേജ് ഗ്രൗണ്ടിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി 2:15 സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കും. തുടർന്ന് നായ്ക്കനാൽ വരെ 1.5 കിലോമീറ്റർ റോഡ് ഷോ. അതിനുശേഷം മഹിളാ സമ്മേളന വേദിയിലേക്ക് എത്തും. ചില മതനേതാക്കൾ കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം ചോദിച്ചിട്ടുണ്ടെങ്കിലും അന്തിമ തീരുമാനമായില്ല. തീരുമാനമായാൽ കൂടിക്കാഴ്ച വേദിക്ക് സമീപം നടക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ BJP നേതാക്കളും ബീന കണ്ണൻ, ഡോക്ടർ MS സുനിൽ, വൈക്കം വിജയലക്ഷ്മി, ഉമാപ്രേമൻ, മറിയക്കുട്ടി, മിന്നുമണി, ശോഭന എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും. 7 ജില്ലകളിൽ നിന്നുള്ള 2 ലക്ഷം വനിതകൾ സമ്മേളനത്തിന്റെ ഭാഗമാകുമെന്ന് BJP അറിയിച്ചു. അതിനിടെ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കം പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ചാവക്കാട് ഒരുമനയൂർ മൂന്നാംകല്ലിൽ കാറുകൾ കൂട്ടിയിടിച്ചു. നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞു. ഇന്ന് രാവിലെ 9 മണിക്കായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. കോഴിക്കോട് നിന്ന് പറവൂരിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്കും പോകുന്ന കാറുകളാണ് കൂട്ടിയിടിച്ചത്. വാട്ടർ അതോറിറ്റി കുഴിച്ച കുഴിയിലേക്കാണ് പറവൂരിലേക്ക് പോകുന്ന കാർ മറിഞ്ഞത്. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. പന്നിത്തടം കോൺകോഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്നിരുന്ന തിരുവള്ളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന സമാപന ചടങ്ങ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷനായി. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാൻ മുഖ്യപ്രഭാഷണം നടത്തി. ലഹരിയിൽ നിന്നും മോചിതരാവാൻ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചും ലഹരി എങ്ങനെ ഒരു സമൂഹത്തെ നശിപ്പിച്ചു കളയുന്നു എന്നതിനെക്കുറിച്ചും ഷാജഹാൻ കുട്ടികളോട് വിശദീകരിച്ചു. ക്യാമ്പിലെ നിത്യസന്ദർശകൻ എന്ന നിലയിൽ പ്രവർത്തനങ്ങളെല്ലാം നോക്കി കാണാറുണ്ടെന്നും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ക്യാമ്പിൽ നടന്നതെന്നും കോൺകോഡ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ RM ബഷീർ വ്യക്തമാക്കി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം, തിരുവള്ളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ PTA പ്രസിഡന്റുമായ ബിജു പള്ളിക്കര, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രേണുക ജ്യോതി, NSS വളണ്ടിയർ PS ശ്രീഹരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ അവരുടെ ക്യാമ്പ് അനുഭവങ്ങൾ പങ്കുവച്ചു. ക്യാമ്പിന്റെ പ്രധാന ആശയമായ സ്നേഹാരാമം പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ രേണുക ജ്യോതിയും വളണ്ടിയേഴ്സും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. CCTV ന്യൂസ്, വേലൂർ. മഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ നടന്ന സംസ്ഥാനതല ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ തൃശൂർ ജില്ലയ്ക്ക് കിരീടം. തൃശൂർ ജില്ലാ ക്യാപ്റ്റൻ മുഹമ്മദ് സഹലിനെ ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുത്തു. പുന്നൂർക്കുളം ചമ്മന്നൂർ സ്വദേശി ജുവൽ സിറ്റി നാസർ മെഹറിൻ ദമ്പതികളുടെ മകനാണ് മുഹമ്മദ് സഹൽ. കേരളവർമ്മ കോളേജ് 3ാം വർഷ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥിയായ മുഹമ്മദ് സഹലിന് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ U ഷറഫലി സമ്മാനദാനം നിർവഹിച്ചു. ഫെബ്രുവരി 4 മുതൽ ഭുവനേശ്വറിൽ നടക്കുന്ന ദേശീയ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ കേരള ടീമിലും സഹൽ ഇടം നേടി. മങ്ങാട് സെന്റ് ജോർജ് ഇടവക ഒരുക്കിയ ക്രിസ്മസ് മഹാപ്രദർശനം ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡിൽ ഇടം നേടി. സെന്റ് ജോർജ് പള്ളിയങ്കണത്തിൽ 2 ഏക്കർ ഭൂമിയിൽ ഒരുക്കിയ സമഗ്രവും ബൃഹത്തുമായ ക്രിസ്മസ് പ്രദർശനത്തിൽ ബൈബിളിലെ പ്രധാനപ്പെട്ട രംഗങ്ങളും ക്രിസ്തീയ പൈതൃകങ്ങളുമാണ് ഒരുക്കിയതും 1600ഓളം വരുന്ന ഇടവകാംഗങ്ങൾ 24 ദിവസം കൊണ്ട് അണിയിച്ചൊരുക്കിയെന്നതുമാണ് റെക്കോർഡിനിടയാക്കിയത്. പുതുവർഷ ദിനത്തിൽ ദൈവാലയങ്കണത്തിൽ ഒരുക്കിയ വേദിയിൽ ബെസ്റ്റ് ഓഫ് ഇന്ത്യ പ്രതിനിധികൾ പുരസ്കാരം സമർപ്പിച്ചു. ഇടവകയ്ക്കു വേണ്ടി വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ, കൈക്കാരൻ വർഗീസ് നീലങ്കാവിൽ, കൺവീനർ PF പ്രിൻസ് എന്നിവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. സിനി ആർട്ടിസ്റ്റ് ജിതിൻ ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഒരുമിച്ച് ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. അത് ഏറ്റവും വിജയമാവണമെങ്കിൽ അതിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുണ്ടാവേണ്ട ഒരു കാര്യമുണ്ട്, സ്നേഹം. ഏറ്റവും അടിസ്ഥാനമായിട്ട് അവിടെ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അത്രയും കൂട്ടായ പ്രവർത്തനത്തിൽ നിന്ന് ഒരു നല്ല വിജയം ഉണ്ടാവും. ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ അംഗീകാരം നേടാൻ നിൽക്കുന്ന ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഇത്രയും സ്നേഹമുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റുമ്പോൾ എൻ്റെ ന്യൂ ഇയർ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. പുതിയ വർഷം ഇവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായിരുന്നു. MCBS സിയോൺ പ്രോവിൻസ് സുപ്പീരിയർ ഫാദർ മാത്യു ഒലിക്കൻ മുഖ്യാതിഥിയായി. മീഡിയ ഹൗസ് മുൻ ഡയറക്ടർ ഫാദർ സേവിയർ വടക്കേക്കര അനുഗ്രഹ പ്രഭാഷണം നടത്തി. തുടർന്ന് ഹോളി ബീറ്റ്സിന്റെ നേതൃത്വത്തിൽ സംഗീത വിരുന്നുമുണ്ടായിരുന്നു. പതിനായിരങ്ങളാണ് ഇതിനോടകം ഈ വിസ്മയ കാഴ്ചയ്ക്ക് സാക്ഷികളാകാനെത്തിയത്. ജനുവരി 6 വരെ എല്ലാ ദിവസവും വൈകിട്ട് 10 മണിവരെ പ്രദർശനം തുടരും. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ഗുരുവായൂർ കിഴക്കേനടയിൽ നിർമ്മാണം അന്തിമഘട്ടത്തിലെത്തിയ സർക്കാർ അതിഥി മന്ദിരം മന്ത്രി PA മുഹമ്മദ് റിയാസ് സന്ദർശിച്ചു. തീർത്ഥാടന നഗരിയായ ഗുരുവായൂരിന് അനിവാര്യമായ അതിഥി മന്ദിരമാണ് ടൂറിസം വകുപ്പ് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നതെന്ന് മന്ത്രി പറഞ്ഞു. എത്രയും വേഗം പണികൾ പൂർത്തിയാക്കി ഗസ്റ്റ് ഹൌസ് നാടിന് സമർപ്പിക്കും. 60ഓളം മുറികളും റെസ്റ്റോറന്റും കോൺഫറൻസ് ഹാളും അടങ്ങുന്നതാണ് ഗസ്റ്റ് ഹൌസ് എന്നും മന്ത്രി പറഞ്ഞു. NK അക്ബർ MLA, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, CPM ലോക്കൽ സെക്രട്ടറി KR സൂരജ് എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. നാടിൻ്റെ വികസനത്തിലൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു മുന്നേറ്റമാണ്. ഇവിടുത്തെ MLAയുടെയും മുനിസിപ്പാലിറ്റിയുടെയും നേതൃത്വത്തിൽ ടൂറിസം വകുപ്പിനോടൊപ്പം നിന്നുകൊണ്ട് ഇതിൻ്റെ പ്രവൃത്തികൾ വേഗത്തിലാക്കാനുള്ള എല്ലാ ഇടപെടലുമാണ് നടത്തുന്നത്. ചില പ്രതിസന്ധികളുണ്ടായിരുന്നു. ആ പ്രതിസന്ധികളെയൊക്കെ തട്ടിമാറ്റി ഈ ഗസ്റ്റ് ഹൗസ് നാടിന് ഉടനെ തന്നെ സമർപ്പിക്കാനാവും. അതിൻ്റെ ഒരു തീയതിയും മറ്റൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, പക്ഷേ എത്രയും വേഗത്തിൽ കാര്യങ്ങൾ. കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ ജനുവരി 20 കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന മനുഷ്യച്ചങ്ങലയുടെ വിജയകരമായ നടത്തിപ്പിനായി ഡിവൈഎഫ്ഐ പന്നിത്തട മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ നടത്തി. ആദൂർ സെന്ററിൽ SFI തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അനസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി ER രാഹുൽ, ബ്ലോക്ക് പ്രസിഡന്റ് KR പ്രശാന്ത്, ട്രഷറർ AD അജി, വൈസ് പ്രസിഡന്റ് സുബിൻ AS, CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KM നൌഷാദ്, CPM പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ഡിവൈഎഫ്ഐ പന്നിത്തടം മേഖലാ ട്രഷറർ വിനീഷ് KV തുടങ്ങിയവർ പങ്കെടുത്തു. KV ഗിൽസൺ ജാഥ ക്യാപ്റ്റനും നീതു സനൽ വൈസ് ക്യാപ്റ്റനും ആഷിഫ് അഹമ്മദ് ജാഥ മാനേജറുമായി മേഖലയിൽ കാൽനട പ്രയാണം നടത്തി. വടക്കേക്കാട് മേഖലയിൽ മോട്ടോർ മോഷണം വ്യാപകമാകുന്നു. കർഷകരും നാട്ടുകാരും ആശങ്കയിൽ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 10ഓളം മോട്ടോറുകളാണ് മോഷണം പോയിട്ടുള്ളത്. പറയങ്ങാട്, ഇടിയാട്ട് താഴം എന്നിവിടങ്ങളിൽ നിന്നാണ് മോട്ടോർ പമ്പ് സെറ്റ് മോഷണം നടത്തിയിട്ടുള്ളത്. ഫൂട്ടുവാൾവ് അറ്റം മുറിച്ചെടുത്താണ് മിക്ക മോട്ടോറുകളും മോഷണം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇടിയാട്ട് താഴത്ത് 2 മോട്ടോറുകൾ ഇത്തരത്തിൽ എടുത്തുകൊണ്ടുപോയിരുന്നു. 1 HP-യുടെയും 1.5 HP-യുടെയും മോട്ടോറുകളാണ് ഇത്തരത്തിൽ എടുത്തുകൊണ്ടുപോയിരിക്കുന്നത്. പാടശേഖരങ്ങളിലെ വെള്ളം വറ്റിക്കുവാനും തിരിച്ച് ഉപതോടുകളിൽ നിന്ന് വെള്ളമെടുക്കുവാനും ഇടിയാട്ട് താഴത്ത് നിർമ്മിക്കുന്ന പുന്നയൂർക്കുളം ബ്രാൻഡ് അരി മില്ല് ബിൽഡിംഗ് നിർമ്മാണ ആവശ്യത്തിന് വെള്ളമടിക്കുന്ന പമ്പുകളാണ് മോഷണം പോയിരിക്കുന്നത്. ഏപ്രിൽ മാസത്തോടുകൂടി പുന്നയൂർക്കുളം ബ്രാൻഡ് അരി വിപണിയിൽ ഇറക്കുവാനുള്ള കർഷകരുടെ തിരക്കിട്ട ജോലിക്കിടെയാണ് മോട്ടോർ നഷ്ടമായത്. മോഷണം വ്യാപകമായതോടെ പാടശേഖരത്തിലെ കർഷകർ ആശങ്കയിലാണ്. ദിവസവും ഉപയോഗം കഴിഞ്ഞാൽ പാടശേഖര ബണ്ടുകളിൽ നിന്ന് മോട്ടോർ അഴിച്ചുവെക്കുക എന്നത് എളുപ്പമല്ല. ഇതിനാൽ ആശങ്കയോടെയാണ് കർഷകർ കഴിയുന്നത്. ഇടയ്ക്കിടെ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിക്കാതിരിക്കുന്നതും പോലീസ് പട്രോൾ ഇല്ലാത്തതുമാണ് ഇത്തരക്കാർക്ക് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്താൻ എളുപ്പമാവുന്നതെന്ന് ജൈവ കർഷകൻ കൂടിയായ ശശിധരൻ പറഞ്ഞു. പോലീസിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കർഷകർ വളരെ ഭയത്തിലാണ്. CCTV ന്യൂസ്, പുന്നയൂർക്കുളം.
പെലക്കാട്ടുപയ്യൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തീർത്ഥക്കുളം ഭക്തർക്കായി തുറന്നുകൊടുത്തു. കഴിഞ്ഞ ആഴ്ച പ്രദേശവാസി ക്ഷേത്രക്കുളത്തിൽ മുങ്ങിമരിച്ചതിനെ തുടർന്ന് ക്ഷേത്രത്തിലെ തീർത്ഥക്കുളം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ തീർത്ഥക്കുളത്തിൽ അത്ഭുത ശാന്തി ഹോമവും പുണ്യാഹവും നടത്തിയ ശേഷമാണ് ക്ഷേത്രക്കുളം ഭക്തർക്ക് തുറന്നുകൊടുത്തത്. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഉപദേശക സമിതി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ സന്നിഹിതരായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരികത്തുകാവ് ഭഗവതിക്ക് നാട്ടുകാരുടെ വകയായി നടത്തുന്ന പിള്ളേരി താലപ്പൊലി ശനിയാഴ്ച നടക്കുമെന്ന് താലപ്പൊലി സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ ദേവീ സന്നിധിയിൽ നാഗസുര കച്ചേരിയും പഞ്ചമദ്ദളകേളിയും ഉണ്ടാകും. ഉച്ചയ്ക്ക് 12-ന് ദേവി പുറത്തേക്ക് എഴുന്നള്ളും. പല്ലാവൂർ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യം അകമ്പടിയാകും. പഞ്ചവാദ്യത്തിനു ശേഷം തിരുവില്ല രാധാകൃഷ്ണൻ, കോട്ടപ്പടി സന്തോഷ് എന്നിവർ മേളം നയിക്കും. 2:30-യോടെ മേളം അവസാനിച്ചാൽ ഏറ്റവും പ്രധാന ചടങ്ങായ നടക്കൽ പറയാണ്. 1200ഓളം നിറപറകളാണ് ഇക്കുറി ഒരുക്കിയിട്ടുള്ളത്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാപരിപാടികൾ ഉണ്ടാകും. വൈകിട്ട് ശരത് രാമചന്ദ്രൻ, ആതിര ശരത് എന്നിവരുടെ ഭരതനാട്യം, രാത്രി 7:30-ന് ആലുവ രംഗകലയുടെ ബാലെ എന്നിവ നടക്കും. ഭാരവാഹികളായ എൻ പ്രഭാകരൻ നായർ, ഇ കൃഷ്ണാനന്ദ്, മോഹൻദാസ് ചേലനാട്, ജി കൃഷ്ണൻ, ചൊവ്വല്ലൂർ ഉണ്ണികൃഷ്ണൻ, എം ആനന്ദ്, വിദ്യാസാഗർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു വർഷമായി നിർമ്മാണം നിലച്ചു കിടന്നിരുന്ന അക്കിക്കാവ് സെന്റർ മുതൽ കുന്നംകുളം വരെയുള്ള സംസ്ഥാനപാത വികസനം വീണ്ടും തുടങ്ങാൻ നടപടിയായി. റോഡിനടിയിലൂടെ പോകുന്ന പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ KSTPക്ക് അംഗീകാരം ലഭിച്ചതാണ് ഒരു വർഷമായി നിലച്ച പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കാൻ ഇടയായത്. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി 218 കോടി രൂപ ചെലവിട്ട് നടത്തുന്ന പദ്ധതിയാണ് തൃശൂർ പാറമേക്കാവ് ജംഗ്ഷൻ മുതൽ കല്ലുംപുറം വരെയുള്ള 33.2 കിലോമീറ്റർ റോഡ് നവീകരണം. കലുങ്കുകൾ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം അക്കിക്കാവ് മുതലുള്ള 6 കിലോമീറ്ററിനുള്ളിൽ ഒരു പ്രവൃത്തിയും നടത്തിയിരുന്നില്ല. കലുങ്ക് നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ച റോഡിലൂടെയുള്ള യാത്ര ദുരിതപൂർണമായിരിക്കുകയാണ്. റോഡിനടിയിലൂടെ പോകുന്ന കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാത്തതാണ് പണി നിലയ്ക്കാൻ കാരണമായത്. ഇവിടെയുള്ള പൈപ്പുകൾക്ക് 1/2 നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. ഇവ മാറ്റാതെ നിർമ്മാണം പൂർത്തിയാക്കിയാൽ പൈപ്പ് തകർന്ന് റോഡ് പൊളിക്കാൻ ഇടവരുമെന്ന് ജല അതോറിറ്റി തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പൈപ്പ് മാറ്റി സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും ജോലികൾ ഉടൻ ആരംഭിക്കുമെന്നും റോഡ് നിർമ്മാണ ചുമതല വഹിക്കുന്ന KSTP പറയുന്നു. പൈപ്പ് മാറ്റുന്നതിന്റെ ചുമതലയും KSTPക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അതിനാൽ തുടർന്നുള്ള പണികൾ വളരെ വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കുന്നംകുളം പാറയമ്പാടം കുരിശിന് സമീപം ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി സമീപത്തെ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി. തൃത്താല കുടിവെള്ള പദ്ധതിയുടെ 450 mm കാസ്റ്റ് അയൺ പൈപ്പാണ് പൊട്ടിയത്. കുന്നംകുളം YMCA ഭാഗങ്ങളിലേക്കും കടപ്പുറം വഴി ഗുരുവായൂർ ഭാഗത്തേക്കും വെള്ളമെത്തിക്കുന്ന ശുദ്ധജല പൈപ്പാണ് പാറയമ്പാടത്ത് പൊട്ടിയത്. പൈപ്പ് പൊട്ടിയതോടെ മേഖലയിലെ ശുദ്ധജല വിതരണം താറുമാറായി. കാലപ്പഴക്കമാണ് പൈപ്പ് പൊട്ടാൻ കാരണം. ബുധനാഴ്ച തൃശൂരിൽ നിന്നും പൈപ്പ് എത്തിച്ച് ഉച്ചയോടെ പണി ആരംഭിക്കും. വ്യാഴാഴ്ച ശുദ്ധജല വിതരണം പുനരാരംഭിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. പൈപ്പ് പൊട്ടിയതോടെ ലക്ഷക്കണക്കിന് ലിറ്റർ ശുദ്ധജലമാണ് മേഖലയിൽ പാഴായത്. പൈപ്പ് പൊട്ടിയ ഭാഗത്ത് റോഡ് തകർന്ന് വലിയ ഗർത്തവും രൂപപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ ശുദ്ധജല വിതരണം ഉടൻ പുനഃസ്ഥാപിച്ച് റോഡിലെ കുഴിയടച്ച് അപകട സാധ്യത ഒഴിവാക്കണമെന്ന് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെട്ടു. പുതുവത്സര ദിനത്തെ വരവേറ്റ് ഗുരുവായൂരിൽ നാഗസ്വരം തകിൽ സംഗീതോത്സവം നടന്നു. രാവിലെ 5:30-യോടെ ക്ഷേത്രത്തിൽ നിന്ന് ഭദ്രദീപം എഴുന്നള്ളിപ്പോടെയാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ സംഗീതോത്സവം ആരംഭിച്ചത്. മംഗളവാദ്യം, കച്ചേരികൾ വിവിധ കലാകാരന്മാർ ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിച്ചു. തുടർന്ന് നാഗസ്വര പഞ്ചരത്നവും തനിയാവർത്തനവും അരങ്ങേറി. നാഗസ്വരത്തിൽ ശ്രീ ഗണപതി എന്ന കീർത്തനവും പഞ്ചരത്നത്തിലെ എന്തരോ മഹാനുഭാവലോ എന്ന കീർത്തനവും നാഗസ്വര തവിൽ ഇടയ്ക്ക കലാകാരന്മാർ ചേർന്നാണ് അവതരിപ്പിച്ചത്. തുടർന്ന് നടന്ന സമാദരണ സദസ്സ് നാഗസ്വര വിദ്വാൻ കലൈമാമണി തിരുവിഴ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായി. കേരള കലാമണ്ഡലം മുൻ ഡെപ്യൂട്ടി രജിസ്ട്രാർ V കലാധരൻ, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. അനധികൃതമായി വിദേശ മദ്യം വിൽപ്പന നടത്തിയ സംഭവത്തിൽ യുവാവിനെ ചാവക്കാട് എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ AB സുനിൽകുമാറും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തു. വയലത്തൂർ ആശാരിത്തറ സൗപർണിക വീട്ടിൽ പരമേശ്വരൻ മകൻ പ്രതീഷ് കുമാറിനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. കച്ചേരിപ്പടിയിലെ ഇയാളുടെ ചായക്കടയിലും വീട്ടിലും മദ്യവിൽപ്പന നടത്തുകയും ആവശ്യക്കാർക്ക് എത്തിച്ചു നൽകുകയുമാണ് ചെയ്തു വന്നിരുന്നത്. എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കുന്നംകുളം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രിവന്റീവ് ഓഫീസർ TR സുനിൽ, സിഇഒമാരായ AN ബിജു, S ശ്യാം, CK റാഫി, വനിതാ CEO PB റൂബി എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്.
ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ സമുദായാചാര്യൻ ഭാരതകേസരി മന്നത്തു പത്മനാഭന്റെ 147ാമത് ജന്മദിനം ആഘോഷിച്ചു. നഗരസഭ വായനശാല ഹാളിൽ നടന്ന ചടങ്ങ് NSS മുൻ ഡയറക്ടർ ബോർഡ് അംഗം അയർക്കുന്നം രാമൻ നായർ ഉദ്ഘാടനം ചെയ്തു. GNSS സംസ്ഥാന പ്രസിഡന്റ് IP രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സമുദായ ആചാരങ്ങൾ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി നിർവഹിച്ചു. സംസ്ഥാന സെക്രട്ടറി മധു K നായർ, ട്രഷറർ K മോഹനകൃഷ്ണൻ, വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ഇരുമ്പിൽ വിജയകുമാർ, K ഗോപിനാഥൻ നായർ, K രവീന്ദ്രൻ നായർ, K പ്രവീൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ വിഭാഗത്തിന്റെ തിരുവാതിരക്കളിയും കൃഷ്ണ M സജീഷിന്റെ കാവ്യാലാപനവും ആദിലക്ഷ്മിയുടെ കുച്ചുപ്പുടിയും ഉണ്ടായിരുന്നു. വേലൂർ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം മുറ്റത്തൊരു മീൻതോട്ടം മത്സ്യകൃഷിയുടെ ഭാഗമായി മത്സ്യവിത്ത് നിക്ഷേപം നടത്തി. CF സൈമന്റെ വസതിയിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷയായി. വാർഡ് മെമ്പറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ CF ജോയ് സംസാരിച്ചു. ഫിഷറീസ് പ്രോജക്ട് കോർഡിനേറ്റർ ശ്രുതി സുഗു പദ്ധതി അവതരണം നടത്തി. അരസെന്റ് പടുതക്കുളത്തിൽ 160 വരാൽ കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. വിമല നാരായണൻ സ്വാഗതവും ഫിഷറീസ് പ്രൊമോട്ടർ ആതിര ആനന്ദൻ നന്ദിയും പറഞ്ഞു. ചിറ്റാറ്റുകര കമ്പിടി തിരുനാളിനോടനുബന്ധിച്ച് ഒറ്റമരം നാടകം അരങ്ങേറി. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലെ കമ്പിടി തിരുനാളിന്റെ ഭാഗമായി ചിറ്റാറ്റുകര ഇടവകയിലെ കലാകാരന്മാരായ ചിറ്റാറ്റുകര ആർട്സ് ക്ലബിലെ അംഗങ്ങൾ അണിയിച്ചൊരുക്കിയ ഈ വർഷത്തെ നാടകമാണ് ഒറ്റമരം. ചിറ്റാറ്റുകര പള്ളിയങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ വിൽസൺ പിടിയത്ത് അധ്യക്ഷനായി. ഫാദർ ഫിജോ ചിറ്റിലപ്പള്ളി, ഫാദർ ആന്റണി കണനായ്ക്കൽ, ജനറൽ കൺവീനർ PD ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ CJ സ്റ്റാൻലി, പ്രോഗ്രാം കൺവീനർ ജസ്റ്റിൻ തോമസ്, ട്രസ്റ്റിമാരായ PV പിയൂസ്, PK ആന്റണി എന്നിവർ സംസാരിച്ചു. പ്രൊഫഷണൽ നാടകരംഗത്തേക്കുള്ള CACയുടെ ആദ്യ കാൽവെപ്പ് കൂടിയാണ് ഒറ്റമരം എന്ന നാടക അവതരണത്തിലൂടെ നടന്നത്. മനുഷ്യനെന്ന മഹാസത്യത്തിനു മുന്നിൽ ജാതിയും മതവും കീഴടങ്ങുന്ന സ്ഥിതിവിശേഷമാണ് നാടകത്തിന്റെ കഥാതന്തു. സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി മാനുഷിക മൂല്യങ്ങൾക്ക് വില കൊടുക്കാത്തവർ, എന്നാൽ സ്നേഹത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന നന്മയുടെ സന്ദേശവുമായി വരുന്ന കുറെ കഥാപാത്രങ്ങൾ. എല്ലാ ദൈവങ്ങളും മനുഷ്യൻ എന്ന ഒന്നിലേക്കായിത്തീരുന്ന അവസ്ഥ. നന്മ എല്ലാ മനുഷ്യരിലുമുണ്ട്. പക്ഷേ അത് തിരിച്ചറിയണമെങ്കിൽ പ്രാർത്ഥന വേണം. മനുഷ്യനെന്ന മഹാസത്യത്തിന് നേരെയാണ് ദൈവം കണ്ണു തുറന്നിരിക്കുന്നത്. സമൂഹം നന്നാകണമെങ്കിൽ കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണം എന്ന മഹത്തായ നന്മയുടെ സന്ദേശം നൽകുന്ന നാടകമാണ് ഒറ്റമരം. മേരിക്കുന്നൊരു കുഞ്ഞാട്, മേനി കൊഴുത്തൊരു കുഞ്ഞാട്, പാലുര പോലെ. മധു കണ്ണഞ്ചിറയാണ് നാടകരചന നിർവഹിച്ചത്. CP ആന്റോ സംവിധാനം ചെയ്ത നാടകത്തിന്റെ ഗാനരചന മിനി ജോയ്സണും സംഗീതം റോജി ചൊവ്വല്ലൂരും പശ്ചാത്തല സംഗീതം ജോസഫ് മീനിങ്ങുമാണ് നിർവഹിച്ചിട്ടുള്ളത്. ഡേവിസ് പാലയൂർ ആലാപനവും ജോഷി ഭാരത് ശബ്ദവും വെളിച്ചവും നിയന്ത്രണവും നടത്തി. തിങ്ങി നിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു നാടകാവതരണം. CCTV ന്യൂസ് കേച്ചേരി. വേലൂർ കുടുംബശ്രീ CDSന്റെ തിരികെ സ്കൂളിൽ ക്യാമ്പയിന് സമാപനമായി. RSRV സ്കൂളിൽ കുടുംബശ്രീ ചെയർപേഴ്സൺ വിദ്യ ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന സമാപന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി മുഖ്യാതിഥിയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെർലി ദിലീപ് കുമാർ, മെമ്പർമാരായ ബിന്ദു ശർമ്മ, CDS വൈസ് ചെയർപേഴ്സൺ ത്രേസ്യ, CDS അംഗങ്ങളായ സോണി, സബിത, ലീല, അരുന്ധതി, ജിഷ, ഓമന ബാലൻ എന്നിവർ പങ്കെടുത്തു. സമാപനത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടും CDS മെമ്പർ ഷൈനി സ്വാഗതവും മെമ്പർ സെക്രട്ടറി സിദ്ധാർത്ഥൻ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ വിശുദ്ധ ലാസറിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. രാവിലെ ദിവ്യബലിക്ക് ശേഷം അമ്പ്, വള, കിരീടം എന്നിവ കൂട്ടായ്മകളിലേക്ക് വെഞ്ചരിച്ചു നൽകി. വൈകിട്ട് ആഘോഷമായ പാട്ടുകുർബാനയും തുടർന്ന് വേസ്പര തിരുകർമ്മങ്ങളും നടന്നു. തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപം ഭക്തർക്ക് വണങ്ങുവാൻ പ്രത്യേകം അലങ്കരിച്ച പന്തലിലേക്ക് എഴുന്നള്ളിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഇടവക വൈദികർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വീടുകളിൽ നിന്നുള്ള അമ്പും, വള, കിരീടം പ്രദക്ഷിണം ദേവാലയത്തിലെത്തി. തുടർന്ന് തേര് മത്സരം, ബാൻഡ് മത്സരം എന്നിവ നടന്നു. വികാരി ഫാദർ ജോയ് കൊള്ളനൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ജനറൽ കൺവീനർ ജാക്സൺ നീലങ്കാവിൽ, ട്രസ്റ്റിമാരായ MF വിൻസെന്റ്, ഡേയ്സൺ പഴുന്നാന, ലിൻഡോ ചാക്കോ, സെക്രട്ടറി ബാബു വർഗീസ്, ജിജോ ജോർജ്, രാജേഷ് ജാക്ക്, സിസ്റ്റർ റിയ റോസ്, ജോബ് C ആൻഡ്രൂസ് എന്നിവർ നേതൃത്വം നൽകി. തിരുനാൾ നാളെ സമാപിക്കും.
കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് VHS സ്കൂളിന്റെ NSS സപ്തദിന സഹവാസ ക്യാമ്പ് സുരഭിലം പഴഞ്ഞി MD കോളേജിൽ സമാപിച്ചു. ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെയായിരുന്നു ക്യാമ്പ്. സമാപന ചടങ്ങിൽ കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ ടീച്ചർ, വാർഡ് മെമ്പർ ജിഷ്ണു എന്നിവർ പങ്കെടുത്തു. ക്യാമ്പ് സമാപന ദിവസമായ പുതുവത്സര ദിനത്തിൽ സ്നേഹാരാമം പ്രൊജക്ടിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ, മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ, ആരോഗ്യവകുപ്പ് എന്നിവർ സംയുക്തമായി നഗരസഭയിലെ 3 വ്യത്യസ്ത സ്ഥലങ്ങൾ മാലിന്യമുക്തമാക്കി ശുചീകരിച്ച് പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. കാണിപ്പയൂർ, മധുരക്കുളം മുനിസിപ്പാലിറ്റിക്ക് മുൻവശം എന്നിവിടങ്ങളാണ് പൂങ്കാവനങ്ങൾ നിർമ്മിക്കാൻ തെരഞ്ഞെടുത്തത്. നഗരസഭയ്ക്ക് സമീപത്തെ സ്നേഹാരാമത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A. സോമശേഖരൻ നിർവഹിച്ചു. കാണിപ്പയൂർ ഭാഗത്തിന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പാൾ MK ആനന്ദകുമാർ നടത്തി. പ്രോഗ്രാം ഓഫീസർ ജസ്ന MT നന്ദി പറഞ്ഞു. മധുരക്കുളത്തെ സ്നേഹാരാമം ഉദ്ഘാടനം വാർഡ് കൗൺസിലർ ലബീബ് ഹസൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷബീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് VK സുനിൽകുമാർ സംസാരിച്ചു. ചടങ്ങിൽ കൗൺസിലർമാരും ആരോഗ്യവകുപ്പ് ജീവനക്കാരും അധ്യാപകരും പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. നാടകാചാര്യൻ പ്രൊഫസർ G. ശങ്കരപ്പിള്ളയുടെ 34ാം ചരമദിനത്തിൽ ചാവക്കാട്ടെ കൂത്തമ്പലം നാടക കൂട്ടായ്മയുടെ സ്മരണാഞ്ജലി. ചിത്രകാരൻ സുനിൽ ചൂണ്ടൽ G. ശങ്കരപ്പിള്ളയുടെ ഛായാചിത്രം വരച്ചു. കവി സുധാകരൻ പാവറട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംവിധായകൻ ദേവരാജൻ മുക്കോല അധ്യക്ഷത വഹിച്ചു. നാടക സംവിധായകൻ TV ബാലകൃഷ്ണൻ, പ്രധാന ശിഷ്യനും നാടക സീരിയൽ താരവുമായ മുരുകൻ, കാഥികൻ മനോഹരൻ തിരുനെല്ലൂർ, നടന്മാരായ ജയൻ അരിയന്നൂർ, AB സുധീർ പുന്ന, ചിത്രകാരന്മാരായ അനിൽ മുട്ടിൽ, ഷിജു ഭാസ്കരൻ, സേതുമാധവൻ, രവീന്ദ്രൻ അടികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ ദേശപ്പറയ്ക്ക് തുടക്കമായി. മകരച്ചൊവ്വയോടനുബന്ധിച്ച് 15ഓളം ദിവസങ്ങളിലായി പ്രദേശഭവനങ്ങളിൽ ഭഗവതി കോമരവും 16 അംഗ സംഘവുമായി 1000ഓളം ഭവനങ്ങളിലെത്തിയാണ് പറ സമർപ്പണം നടത്തുന്നത്. ക്ഷേത്രത്തിൽ മകരച്ചൊവ്വയ്ക്ക് പാലക്കുമ്പിടിയോടെ കൊടിയേറി. ക്ഷേത്രസമിതി പ്രസിഡന്റ് ശശി വാർനാട്ട് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു. തുടർന്ന് ദിക്കുകൊടികൾ സ്ഥാപിക്കലും വെള്ളരി പൂജയും നടന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MA സംസ്കൃതം പരീക്ഷയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ആതിര വിഷ്ണുദേവിന് ചാവക്കാട് പൗരാവലി സ്വീകരണം നൽകി. മർച്ചന്റ് ഹാളിൽ നടന്ന സ്വീകരണ സമ്മേളനം മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ റെൻഷി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PV മധുസൂദനൻ, ഡോക്ടർ KS കൃഷ്ണകുമാർ, KK സുധീരൻ, KV സത്താർ, ഫിറോസ് തൈപ്പറമ്പിൽ, KS ശ്രുതി, ജോജി തോമസ്, KH ഷാഹുൽ, ഹമീദ് മിസ്രിയ, മുസ്താഖ് അലി, ഷബീർ, ശോഭ DG മാക്സ്, ചിദംബരനാഥൻ, RT ഗഫൂർ, MB സുധീർ തുടങ്ങിയവർ സംസാരിച്ചു. ആതിര വിഷ്ണു, ബദറുദ്ദീൻ ഗുരുവായൂർ സ്വാഗതവും PV പീറ്റർ നന്ദിയും പറഞ്ഞു. വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് വടക്കേക്കാട് തെക്കിനിയടത്ത് പടി വെട്ടുകുഴി ഉണ്ണികൃഷ്ണൻ ഭാര്യ 50 വയസ്സുള്ള മിനി. ഉദാരമതികളുടെ പിന്തുണയുണ്ടായാൽ മാത്രമേ ഇനി ഇവരുടെ ചികിത്സ മുന്നോട്ടു പോവുകയുള്ളൂ. 9 വർഷങ്ങൾക്കു മുമ്പ് പനിയും ക്ഷീണവും അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയത്. എന്നാൽ ഞെട്ടലോടെയാണ് കുടുംബം രോഗവിവരമറിഞ്ഞത്. വൃക്ക ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം അസുഖമാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നീട് അമല, തൃശൂർ സൺ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലായിരുന്നു ചികിത്സ നടത്തിയിരുന്നത്. ഇതിനിടയിൽ ലക്ഷങ്ങളോളമാണ് ചികിത്സയ്ക്കായി ചെലവഴിച്ചത്. ഹോട്ടൽ ജോലി ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന ഉണ്ണികൃഷ്ണന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ചികിത്സാ ചെലവ്. ഒരു മാസം 10,000 രൂപയോളം മരുന്നുകൾക്ക് മാത്രമായി ചെലവ് വരുന്നുണ്ട്. മിനിക്ക് തയ്യൽ ജോലി അറിയാമെങ്കിലും രോഗം മൂലം ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. വീട്ടിൽ ഭാര്യ തനിച്ചായതിനാൽ ഉണ്ണികൃഷ്ണന് ദൂരസ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുവാനും സാധിക്കില്ല. പഞ്ചായത്ത് പാലിയേറ്റീവ് പ്രവർത്തകരും ഇവരെ അറിയുന്നവരും അയൽവാസികളും സഹായം നൽകുന്നതിലൂടെയാണ് പട്ടിണിയില്ലാതെ കുടുംബം ജീവിച്ചു പോകുന്നത്. രോഗത്തിന്റെ കാഠിന്യം കൂടിയതിനെ തുടർന്ന് നിലവിൽ കോഴിക്കോട്ടെ ആശുപത്രിയിലാണ് ചികിത്സ തേടിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഇതിനായി 6.5 ലക്ഷം രൂപയാണ് ചെലവ്. കിഡ്നി നൽകുവാൻ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ തയ്യാറാണെങ്കിലും ആവശ്യമായ തുക എങ്ങനെ കണ്ടെത്തുമെന്നുള്ള വിഷമത്തിലാണ് കുടുംബം. ഇവരുടെ അവസ്ഥ അറിഞ്ഞ നാട്ടുകാർ വാർഡ് മെമ്പർ സുഹറ ബക്കർ കൺവീനറായും വത്സലൻ പുന്നയൂർ ചെയർമാനായും ഒരു സഹായ സമിതി രൂപീകരണ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. വടക്കേക്കാട് ഫെഡറൽ ബാങ്കിൽ 188901011511 എന്ന നമ്പറിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. FDRൽ 00018889 എന്നതാണ് IFSC കോഡ്. 81 57 83 51 91 എന്ന ഗൂഗിൾ പേ നമ്പർ വഴിയും സഹായം അയക്കാവുന്നതാണ്. CCTV ന്യൂസ് പുന്നയൂർകുളം.
ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. രാവിലെ 11:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. കറുത്ത പുക ഉയർന്നതിനെ തുടർന്ന് പരിസരത്തെ വ്യാപാരികൾ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. അഞ്ഞൂർ പാർക്കാടി അമ്പലത്തിന് സമീപം സ്കൂട്ടറിന് പുറകിൽ കാറിടിച്ച അപകടം. സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. വടക്കേക്കാട് കല്ലൂർ സ്വദേശി എടക്കാട് വീട്ടിൽ 50 വയസ്സുള്ള സുധാകരനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് അപകടമുണ്ടായത്. ചിറ്റഞ്ഞൂർ ഭാഗത്തു നിന്നും വടക്കേക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറിന്റെ ഹാൻഡിലിൽ പുറകിൽ വരികയായിരുന്ന കാർ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തെറിച്ചു വീണാണ് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റത്. കാലിനുൾപ്പെടെ പരിക്കേറ്റ സുധാകരനെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കുന്നംകുളം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളത്ത് വിധവാ ക്ഷേമ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം 2024 എന്ന പേരിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. കാണിപ്പയൂർ പനങ്ങാട്ട് കെട്ടിടത്തിൽ സംഘടിപ്പിച്ച ആഘോഷം സംസ്ഥാന രക്ഷാധികാരി MD രാജീവ് ഉദ്ഘാടനം ചെയ്തു. വിധവാ സംഘം പ്രസിഡന്റ് ജാനകി അധ്യക്ഷത വഹിച്ചു. മനസ്സ് ഫോട്ടോ ക്ലബ് ചെയർമാൻ ജയപ്രകാശ് ഇലവന്ത്ര, ശോഭന കുന്നത്ത്, സോഷ്യലിസ്റ്റ് കൾച്ചറൽ സെന്റർ ജനറൽ സെക്രട്ടറി ബാലചന്ദ്രൻ ചൊവ്വന്നൂർ എന്നിവർ സംസാരിച്ചു. കുമാരി സ്വാഗതവും അൽഫോൺസ നന്ദിയും പറഞ്ഞു. അംഗങ്ങൾക്ക് കേക്ക് വിതരണവും തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായി. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ മോർ യാക്കോബ് മവസ്കോ യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ശ്ലോമോ 2023 സംഘടിപ്പിച്ചു. ഡിസംബർ 31 വൈകിട്ട് 7:30 ആരംഭിച്ച മെഗാ ഈവിന് വികാരി ഫാദർ ബേസിൽ കൊല്ലാർമലി സ്വാഗതം പറഞ്ഞു. മാമ്പ്ര സെന്റ് കുര്യാക്കോസ് പള്ളി വികാരി ഫാദർ പൗലോസ് അറയ്ക്കപ്പറമ്പിൽ പുതുവർഷ സന്ദേശം നൽകി. ഇടവകാംഗം ഫാദർ ജയേഷ് ജേക്കബ് പുലിക്കോട്ടിൽ ആശംസകൾ നേർന്നു. പള്ളി ട്രസ്റ്റി സോജൻ KJ, അസോസിയേഷൻ പ്രസിഡന്റ് ഷൈസൻ J പാലക്കൽ, സൺഡേ സ്കൂൾ അസിസ്റ്റന്റ് ഹെഡ് മാസ്റ്റർ സജീഷ് CS, മർത്ത മറിയം വനിതാ സമാജം സെക്രട്ടറി മെറീന ബിജു എന്നിവരും സംസാരിച്ചു. പള്ളിയിലെ 4 കുടുംബ യൂണിറ്റുകളായ സെന്റ് മേരീസ്, മോർ യാക്കോബ് മഫസ്കോ, സെന്റ് ബേസിൽ, സെന്റ് ജോർജ്, AYM ഗായക സംഘം എന്നീ ടീമുകൾ കരോൾ ഗാനങ്ങൾ ആലപിച്ചു. കുട്ടികളുടെ ടാബ്ലോ, ഗ്രൂപ്പ് ഡാൻസ്, ഫ്രീ ഗിഫ്റ്റ് പ്രോഗ്രാം, തിരുകുടുംബം തെരഞ്ഞെടുക്കൽ, ലൈവ് കിസ് മത്സരം, സ്നേഹവിരുന്ന് എന്നിവ ഉണ്ടായി. യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി അനുമോൻ C തമ്പി, വൈസ് പ്രസിഡന്റ് സുവിൻ സജി K, ജോയിന്റ് സെക്രട്ടറിമാരായ വിപിൻ P ബാബു, വിൻസി C വർഗീസ്, ട്രഷറർ ജിജോ ജോർജ് K, കമ്മിറ്റി അംഗം പ്രീനിയ PP എന്നിവരടങ്ങിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. സംയോജിത കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കർഷക സംഘം, കർഷക തൊഴിലാളി യൂണിയൻ, CATU തുടങ്ങിയ ഇടതുപക്ഷവർഗ ബഹുജന സംഘടനകൾ സംയുക്തമായി കുന്നംകുളം ഏരിയ ശില്പശാല സംഘടിപ്പിച്ചു. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. MN സത്യൻ അധ്യക്ഷനായിരുന്നു. M ബാലാജി മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, MB പ്രവീൺ, PM സുരേഷ്, PM സോമൻ, MN മുരളീധരൻ എന്നിവർ സംസാരിച്ചു. K കൊച്ചനിയൻ സ്വാഗതവും പീതാംബരൻ നന്ദിയും പറഞ്ഞു. നവീകരിച്ച പുന്നയൂർ കുഴിങ്ങര ജുമാ മസ്ജിദ് ഉദ്ഘാടനം മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി PT കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ നിർവഹിച്ചു. SMF ജില്ലാ സെക്രട്ടറി NP അബ്ദുൽ കരീം ഫൈസി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മാലിക് ഖത്തീബ് ഇസ്മായിൽ ഫൈസി അധ്യക്ഷത വഹിച്ചു. മഹല്ല് പ്രസിഡന്റ് CP പോക്കുട്ടി, മഹല്ല് സെക്രട്ടറി P അബ്ദുൽ കലാം ഹാജി, P ഹുസൈൻ, AK മുസ്തഫ, P ഉസ്മാൻ, K ഫൈസൽ, BP ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ തിരുവേങ്കിടം നായർ സമാജം മന്നൻ ജയന്തി ആഘോഷിച്ചു. സമാജം പ്രസിഡന്റ് ബാലൻ വാറനാട്ട് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി പ്രഭാകരൻ മണ്ണൂർ അധ്യക്ഷത വഹിച്ചു. ബാലൻ തിരുവേങ്കിടം, സുകുമാരൻ ആലക്കൽ, രാജഗോപാൽ കാക്കശ്ശേരി, M രാജേഷ് നമ്പ്യാർ, രാജു കൂടത്തിങ്കൽ, പ്രദീപ് നെടിയടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേരള കർഷക സംഘം മണലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത ജൈവ പച്ചക്കറി കൃഷി നടത്തുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതി യോഗം ചേർന്നു. CPI-M മണലൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗം കർഷക സംഘം ഏരിയ പ്രസിഡന്റ് KP ആലി ഉദ്ഘാടനം ചെയ്തു. KV ഡേവിസ് അധ്യക്ഷനായി. PS പ്രസാദ്, VV പ്രഭാത്, PK അരവിന്ദൻ, രാജേഷ് കൊല്ലടി, VV സജീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളായി PR മുരളീധരൻ ചെയർമാൻ, MK സദാനന്ദൻ കൺവീനർ എന്നിവരെ തെരഞ്ഞെടുത്തു. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വാർഡ് തലത്തിലേക്ക് കൃഷി വ്യാപിപ്പിക്കുന്നതിന് യോഗം തീരുമാനിച്ചു. ചിറ്റാട്ടുകര കമ്പിടി തിരുനാളിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ പ്രൊമോ വീഡിയോ ജനശ്രദ്ധയാകർഷിക്കുന്നു. മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ സ്ഫടികം എന്ന ചിത്രത്തിലെ ചാക്കോമാഷ് എന്ന കഥാപാത്രത്തിന്റെ രൂപഭാവങ്ങളുടെ ശിവജി ഗുരുവായൂർ പ്രത്യക്ഷപ്പെടുന്ന പ്രൊമോ വീഡിയോ ഇതിനകം വൈറലായി കഴിഞ്ഞു. പ്രമുഖ നടന്മാരോടൊപ്പം ബാലതാരങ്ങൾ തകർത്തഭിനയിച്ച പ്രൊമോ വീഡിയോയാണ് പുറത്തിറക്കിയിരിക്കുന്നത്.
വീഡിയോയുടെ റിലീസിംഗ് ചിറ്റാട്ടുകര പള്ളി വികാരി ഫാദർ വിൽസൺ പിടിയത്ത് നിർവഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ജേക്കബ് പള്ളിപ്പുറത്ത്, തിരുനാൾ കമ്മിറ്റി കൺവീനർ പി ഡി ജോസ്, ജോയിന്റ് ജനറൽ കൺവീനർ സി ജെ സ്റ്റാൻലി, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ജോഷി കെ വർക്കി, ട്രസ്റ്റിമാരായ പി വി പിയൂസ്, പി കെ ആന്റണി, പി ജെ ലിയോ, ജോയിന്റ് കൺവീനർ ഷാജി തായ്ക്കാട്ടിൽ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും വട്ടപൂജ്യം. കുന്നംകുളം മേലേപ്പാറ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ 60ാം ഓർമ്മ പെരുന്നാളിന് തുടക്കമായി. ജനുവരി 2, 3 തീയതികളിലായാണ് പെരുന്നാൾ. ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരമുണ്ടായി. ശേഷം പ്രദക്ഷിണവും തുടർന്ന് ശ്ലൈഹിക വാഴ്വും നടന്നു. 3-ാം തീയതി രാവിലെ 7:30 പ്രഭാത നമസ്കാരം, 8:30 വിശുദ്ധ കുർബാന എന്നിവ ഉണ്ടാകും. ഉച്ചയ്ക്ക് ചെണ്ടമേളം, ബാൻഡ് സെറ്റ് തുടങ്ങിയ വിവിധ വാദ്യമേളത്തോടെ വിവിധ പ്രാദേശിക പെരുന്നാൾ ആഘോഷങ്ങൾ ആരംഭിക്കും. വൈകിട്ട് 5:30 പ്രദക്ഷിണവും ആശീർവാദം, ശേഷം പൊതുസദ്യയും ഉണ്ടാകും. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യ കാർമ്മികനാകും. വികാരി ഫാദർ പീറ്റർ കാക്കശ്ശേരി, കൺവീനർ വിൽസൺ കുര്യപ്പൻ എന്നിവർ പെരുന്നാളിന് നേതൃത്വം നൽകും. പ്രകൃതി സംരക്ഷണ സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പം 2024 എന്ന പേരിൽ ചൊവ്വന്നൂർ മരീന ഹോമിൽ നടന്ന പുതുവത്സരാഘോഷം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നികേഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നിയുക്ത ജില്ലാ സെഷൻസ് ജഡ്ജ് കെ എൻ പ്രശാന്ത് മുഖ്യാതിഥിയായി. പ്രകൃതി സംരക്ഷണ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ അളൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മിഷ സെബാസ്റ്റ്യൻ പുതുവത്സര സന്ദേശം നൽകി. ജില്ലാ ജഡ്ജിയായി ചുമതലയേൽക്കുന്ന പ്രശാന്തിന് പ്രകൃതി സംരക്ഷണ സംഘം സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഷാജി തോമസ് ഉപഹാരം നൽകി ആദരിച്ചു. ഭാരവാഹികളായ ശങ്കരനാരായണൻ, ജലീലാദൂർ, ഷിജു കോട്ടൂൽ, ബിജു ജോൺ, സജി മാത്യു, NM വിഷ്ണു, റഫീഖ് കടവല്ലൂർ, നിഷ സ്റ്റാൻലി, ഷാനവാസ് കരിക്കാട്, മരീന ഹോമിലെ സിസ്റ്റർ നിവ്യ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളുമുണ്ടായിരുന്നു. ഗുരുവായൂർ തിരുവെങ്കിടം ബ്രദേഴ്സ് ക്ലബ് കുടുംബമേള സിനിമാ സീരിയൽ താരം സുസ്മിത പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് മുരളി പൈക്കാട്ട് അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA മുഖ്യാതിഥിയായിരുന്നു. ക്ലബ്ബ് പുതിയതായി രൂപീകരിക്കുന്ന വയോമിത്ര കൂട്ടായ്മയുടെ ഉദ്ഘാടനം മോട്ടിവേറ്ററും സൈക്കോളജിസ്റ്റുമായ ആശ സുരേഷ് നിർവഹിച്ചു. മേഖലയിലെ 20ഓളം മുതിർന്ന പൗരന്മാരെ ആദരിച്ചു. നഗരസഭാ കൗൺസിലർമാരായ VK സുജിത്ത്, ദേവിക ദിലീപ്, KP റഷീദ്, ക്ലബ് ജനറൽ സെക്രട്ടറി രവികുമാർ കാഞ്ഞുള്ളി, ബാലൻ വാറനാട്ട്, വിനോദ് കുമാർ അകമ്പടി, PI ലാസർ, KT സഹദേവൻ, PI ആന്റോ എന്നിവർ സംസാരിച്ചു. തിരുവെങ്കിടം കോടയിൽ കമ്മ്യൂണിറ്റി ഹാളിൽ ഉത്സവ ആഘോഷ ആരവ നിറവിൽ ഷൺമുഖൻ തെച്ചിലിന്റെയും സംഘത്തിന്റെയും കേളികൊട്ടോടെയാണ് കുടുംബമേള ആരംഭിച്ചത്. വൈവിധ്യമാർന്ന കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. SFI മറ്റം ലോക്കൽ സമ്മേളനം നടന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ AB ബിജേഷ് നഗറിൽ ചേർന്ന സമ്മേളനം SFI ജില്ലാ വൈസ് പ്രസിഡന്റ് VS ജോൽസന ഉദ്ഘാടനം ചെയ്തു. സേതുകൃഷ്ണ, സയനോര, രാഹുൽ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. ശ്രീലക്ഷ്മി രക്തസാക്ഷി പ്രമേയവും സേതുലക്ഷ്മി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. മേഖലാ സെക്രട്ടറി EP പ്രണവ് പ്രവർത്തന റിപ്പോർട്ടിന്റെയും ഏരിയ പ്രസിഡന്റ് KP മാളവിക സംഘടനാ റിപ്പോർട്ടിന്റെയും അവതരണം നടത്തി. മറ്റം സെന്ററിൽ മേഖലാ പ്രസിഡന്റ് സേതുകൃഷ്ണ പതാക ഉയർത്തി. CPIM മറ്റം ലോക്കൽ കമ്മിറ്റി അംഗം C അംബികേശൻ, DYFI മേഖലാ സെക്രട്ടറി KM ജിജിൽ, SFI ഏരിയ നേതാക്കളായ MS ശ്യാംജിത്ത്, നേഹ C കിഷോർ, അരവിന്ദ് കണ്ടാണശ്ശേരി എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി സേതുകൃഷ്ണ പ്രസിഡന്റ്, EP പ്രണവ് സെക്രട്ടറി, ദേവിക, വിഷ്ണു ജോയിന്റ് സെക്രട്ടറിമാർ, സയനോര അഖിൽ വൈസ് പ്രസിഡന്റുമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. CCTV ന്യൂസ് കേച്ചേരി. കുന്നുകുളം NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മന്നൻ ജയന്തി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. കരയോഗ മന്ദിരത്തിൽ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ഛായാചിത്രത്തിന് മുന്നിൽ പ്രസിഡന്റ് NM കൃഷ്ണൻകുട്ടി ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് കരയോഗാംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി. ഭക്തിഗാനാലാപനം, പ്രഭാഷണം എന്നിവയുമുണ്ടായി. NM കൃഷ്ണൻകുട്ടി, M രാമചന്ദ്രൻ, P സുനീഷ് കുമാർ, EM ജയനാരായണൻ, K രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. MSc കെമിസ്ട്രിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 10ാം റാങ്ക് നേടിയ ചമ്മന്നൂർ കുന്നത്തുവളപ്പിൽ കുഞ്ഞുമൊയ്തുവിന്റെ മകൾ K മൂസിനയ്ക്കും കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc സൈക്കോളജി എൻട്രൻസ് പരീക്ഷയിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയ നെച്ചിക്കൽ അഷ്റഫിന്റെ മകൾ ഹന നഫീസ അഷ്റഫിനും ചമ്മന്നൂർ മഹല്ല് കമ്മിറ്റി ഉപഹാരങ്ങൾ സമ്മാനിച്ചു.
മഹൽ പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂർ, സെക്രട്ടറി ഹസൻ തളികശ്ശേരി, PC മുഹമ്മദ് ഉണ്ണി, K അബ്ദുൾ റഹ്മാൻ, K ജമാൽ, K കുഞ്ഞുമൊയ്തു, P അബ്ദുൾ റസാഖ്, K കുഞ്ഞു മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ തിരുവെങ്കിടം NSS കരയോഗം 147ാമത് മന്നം ജയന്തി ആഘോഷിച്ചു. മഞ്ജുളാൽ പരിസരത്ത് ആചാര്യന്റെ ഛായാചിത്രത്തിനു മുന്നിൽ നിലവിളക്ക് തെളിയിച്ച് പുഷ്പാർച്ചന നടത്തി അംഗങ്ങൾ പ്രതിജ്ഞയെടുത്തു. കരയോഗം പ്രസിഡന്റ് V ബാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി M ശ്രീനാരായണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷൺമുഖൻ തെച്ചിയിൽ, ഗോപി മനേത്ത്, PV രാജൻ, സുകുമാരൻ കണ്ണത്ത്, TV ബാലൻ നമ്പ്യാർ, C ബാലാമണി മേനോൻ, ബാലചന്ദ്രിക അകമ്പടി തുടങ്ങിയവർ സംസാരിച്ചു. കരയോഗ മന്ദിരത്തിൽ വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന, ആധ്യാത്മിക പാരായണം എന്നിവയുമുണ്ടായി. സാന്ദീപനി സേവ, മാതൃസദനത്തിൽ അന്നദാനവും നടത്തി. മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ CITU ചാവക്കാട് ഏരിയ മെമ്പർഷിപ്പ് വിതരണം ആരംഭിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് മന്നലാകുന്ന് മത്സ്യ മാർക്കറ്റിൽ യൂണിയൻ ജില്ലാ സെക്രട്ടറി KM അലി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം സെയ്ദു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ഏരിയ സെക്രട്ടറി MA വഹാബ്, ട്രഷറർ KK അനി, പുനൂർ യൂണിറ്റ് പ്രസിഡന്റ് ML മൊയ്തുട്ടി, CPM മന്നലാകുന്ന് ബ്രാഞ്ച് സെക്രട്ടറി ഗോപിക ശിവൻ, പാർട്ടി നേതാക്കളായ TK ഖാദർ, TP റസാഖ് എന്നിവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കടപ്പുറം യൂണിറ്റ് കൺവെൻഷൻ ഇരട്ടപ്പുഴ SNDP ഹാളിൽ നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് KK ശിവൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം TV തോമസ് ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി CA ശൈലജ പ്രവർത്തന റിപ്പോർട്ടും ഭൈമി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. മേൽ കമ്മിറ്റി റിപ്പോർട്ട് ഏരിയ സെക്രട്ടറി EK നന്ദനൻ അവതരിപ്പിച്ചു. ഉണ്ണികൃഷ്ണൻ, ബീന, തുളസി, ജെസി എന്നിവർ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. ഏരിയ ട്രഷറർ MS സത്യനാഥൻ, ഗീത, ബിന്ദു എന്നിവർ സംസാരിച്ചു. കുന്നംകുളം വൈസ്മെൻസ് ക്ലബ് ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. YMCA ഹാളിൽ നടന്ന ആഘോഷത്തിന്റെ ഉദ്ഘാടനം സോൺ 1 LRD വൈസ്മെൻ അഡ്വക്കേറ്റ് ജോസ് മഞ്ഞളി നിർവഹിച്ചു. കുന്നംകുളം വൈസ്മെൻസ് പ്രസിഡന്റ് ഷൈജൻ C ജോബ് അധ്യക്ഷനായി. വർഗീസ് ചെറി, അനിൽ അപ്പുമോൻ, ഗീവർ ജോയ് എന്നിവർ സംബന്ധിച്ചു. വിവിധ കലാപരിപാടികളുണ്ടായി. വിപണി. ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിന്റെ ഏറ്റവും പുതിയ സംരംഭമായ ഗോകുലം പാർക്ക് ഗുരുവായൂരിൽ പ്രവർത്തനം തുടങ്ങി. ഗ്രൂപ്പിന്റെ 20ാമത്തെ ഹോട്ടലായ ഗോകുലം പാർക്കിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ, TN പ്രതാപൻ MP, നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശ്, ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ശ്രീകണ്ഠൻ നായർ, കോർപ്പറേറ്റ് ജനറൽ മാനേജർ ജയറാം രാജൻ, ജനറൽ മാനേജർ പ്രവീൺ വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. ഗോകുലം ഗ്രൂപ്പിന്റെ ഗുരുവായൂരിലെ 4ാമത്തെ ഹോട്ടലായ ഗോകുലം പാർക്ക് 4 സ്റ്റാർ കാറ്റഗറിയിലാണ് പ്രവർത്തിക്കുക. വലിയ വിവാഹങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആഘോഷങ്ങളും നടത്താൻ തക്ക സൗകര്യത്തിൽ 1,20,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ഗോകുലം പാർക്ക് ഒരുക്കിയിട്ടുള്ളത്. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗിൽ 2 നിലകളിലായി 100 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത്യാഡംബരപൂർവ്വം സജ്ജീകരിച്ചിരിക്കുന്ന ബാക്വറ്റ് ഹാൾ ഗോകുലം പാർക്കിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റും ഓപ്പൺ ഏരിയ റെസ്റ്റോറന്റും ക്രമീകരിച്ചിട്ടുണ്ട്. സ്യൂട്ട് റൂമുകൾ ഉൾപ്പെടെ 51 ലക്ഷറി മുറികളാണുള്ളത്. എരുമപ്പെട്ടി മങ്ങാട് വടക്കുമുറി ബ്രദേഴ്സും യുവഭാവന ക്ലബ്ബും സംയുക്തമായി ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചു. KB സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. KK രതീഷ് അധ്യക്ഷത വഹിച്ചു. PM രഞ്ജിത്ത് നേതൃത്വം നൽകി. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും മൊമെന്റോ നൽകി അനുമോദിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 5,840 രൂപ, പവന് 46,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 80 രൂപ. ചരമം
കുന്നംകുളം വടക്കാഞ്ചേരി റോഡ് കോലാടി ജോബു മകൻ സാംസൺ നിര്യാതനായി 65 വയസ്സായിരുന്നു. വെള്ളാനിക്കര കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ റിട്ടയർഡ് സെക്ഷൻ ഓഫീസറായിരുന്നു പരേതൻ. സംസ്കാരം പോർക്കുളം മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സെന്റ് ആദായപ്പള്ളി സെമിത്തേരിയിൽ നടന്നു. മാഗി ഭാര്യയും എൽസ മകളുമാണ്. പഴഞ്ഞി ആത്രശ്ശേരി പുലിക്കോട്ടിൽ വീട്ടിൽ PC സക്കറിയ നിര്യാതനായി 84 വയസ്സായിരുന്നു. റിട്ടയർഡ് കൊച്ചിൻ നേവൽ ബേസ് ഉദ്യോഗസ്ഥനാണ്. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ വെസ്റ്റ് മങ്ങാട് മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ പള്ളി സെമിത്തേരിയിൽ നടന്നു. റിട്ടയർഡ് വില്ലേജ് ഓഫീസർ C തങ്കമണി ഭാര്യയും ബിജു ബിഷ എന്നിവർ മക്കളുമാണ്. കൂനമുച്ചി ചെറുവത്തൂർ തോമസ് ഭാര്യ വെറോനിക്ക നിര്യാതയായി 73 വയസ്സായിരുന്നു. സംസ്കാരം കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. മെൻഡോ, പിൻഡോ, സിൻഡോ എന്നിവർ മക്കളാണ്. ഗുരുവായൂർ കാവീട് പരേതനായ ചൊവ്വലൂർ തോമസ് ഭാര്യ മേരി നിര്യാതയായി 83 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4-ന് കാവീട് സെന്റ് ജോസഫ് ദേവാലയ സെമിത്തേരിയിൽ. ടെന്നീസ് തോമസ്, ഡാഡി തോമസ്, ജോളി ജോൺസൺ, പരേതനായ ബെന്നി ചൊവ്വലൂർ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പങ്കെടുത്തതിനെ ചൊല്ലിയുള്ള വിവാദം കത്തിപ്പടരുന്നതിനിടെ നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. തൃശൂർ റൗണ്ടിൽ വൈകിട്ട് റോഡ് ഷോ. പൊതുസമ്മേളനത്തിൽ 7 ജില്ലകളിൽ നിന്നുള്ള 2 ലക്ഷം വനിതകൾ പങ്കെടുക്കുമെന്ന് BJP നേതൃത്വം. ചാവക്കാട് ഒരുമനയൂർ മൂന്നാംകല്ലിൽ അപകടം. കാറുകൾ കൂട്ടിയിടിച്ച് നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞു. യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വടക്കേക്കാട് മേഖലയിൽ മോട്ടോർ മോഷണം വ്യാപകമാകുന്നു. കർഷകരും നാട്ടുകാരും ആശങ്കയിൽ. കുന്നംകുളം പാറേമ്പാടം കുരിശിനു സമീപം ശുദ്ധജല വിതരണ പൈപ്പ് തകർന്നു. സമീപത്തെ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി. വ്യാഴാഴ്ച മേഖലയിൽ ശുദ്ധജല വിതരണം പുനരാരംഭിക്കാനാകുമെന്ന പ്രതീക്ഷയിൽ അധികൃതർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.